ചെന്നൈ ഗ്രേറ്റർ കോർപ്പറേഷൻ പുതിയൊരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ശൗചാലയങ്ങളാണ് ഈ സംഭവം. എന്നാൽ അതിനൊപ്പം ഒരു സർപ്രൈസ് കൂടിയുണ്ട്. ശങ്കയകറ്റുന്നതിനൊപ്പം അണിഞ്ഞൊരുങ്ങാനുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സൗജന്യമായി ഉപയോഗിക്കാനുള്ള പദ്ധതിയാണിത്. ചെന്നൈയിൽ നിന്നും മനേഷ് മൂർത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അണിഞ്ഞൊരുങ്ങാം ആശങ്കയില്ലാതെ. സൗജന്യ ശൗചാലയങ്ങൾ ചെന്നൈ നഗരത്തിൽ നിരവധിയിടങ്ങളിലുണ്ട്. നല്ല വൃത്തിയായി സംരക്ഷിച്ചു പോരുന്നവ. മാത്രമല്ല, കഴിഞ്ഞ വർഷം മാത്രം 260 ശുചിമുറികൾ പുതുതായി നിർമ്മിച്ചു. ഇതിന്റെ തുടർച്ചയായാണ് പുതിയ പദ്ധതി. മേക്കപ്പ് മുറികളോടുകൂടിയ 2000 ശുചിമുറികളാണ് നിർമ്മിക്കുക. 2 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും. ജൂൺ അവസാനത്തോടെ 1262 ഇടങ്ങളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ലഭ്യമാക്കുകയും ചെയ്യും. പദ്ധതിയെക്കുറിച്ച് പൊതുവെ മികച്ച അഭിപ്രായമാണ് ജനങ്ങൾക്ക്. നിലവിലുള്ളവ വൃത്തിയായി സംരക്ഷിക്കപ്പെടണമെന്നും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ലഭ്യമാക്കുന്നതിന് മുന്നോടിയായി സാനിറ്ററി പാഡുകളും ടിഷ്യൂ പേപ്പറുകളും ലഭ്യമാക്കണമെന്നും ആവശ്യമുണ്ട്. ഒരുപാട് പബ്ലിക് ടോയ്ലറ്റ്സിലൊക്കെ ഇപ്പോൾ അടിയന്തരമായിട്ട് വേണ്ട ടിഷ്യൂ പേപ്പറുകൾ പോലും ഇപ്പോൾ ഇല്ല. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് വേണ്ട സാനിറ്ററി നാപ്കിൻസ് അതൊന്നും അടിയന്തരമായിട്ട് തന്നെ ഒരുപാട് ടോയ്ലറ്റിൽ ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇങ്ങനത്തെ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നത് നല്ലതാണ്. പക്ഷേ അതേപോലെ തന്നെ അത് എല്ലായ്പ്പോഴും അവൈലബിൾ ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം, മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ ഉറപ്പുവരുത്തണം. ഒരുപാട് ക്വാളിറ്റി കുറഞ്ഞ വസ്തുക്കളൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും പലപ്പോഴും ഇൻഫെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ഒരു നല്ല കാര്യമാണ്. പുതിയ തലമുറയ്ക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. സാധാരണക്കാർക്ക് പ്രാപ്യമല്ലാത്ത വിലയാണ് പലതിനും. കോർപ്പറേഷൻ ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ സാധാരണക്കാരന്റെ മക്കൾക്ക് ഏറെ ഗുണകരമാകുമെന്നും അഭിപ്രായമുണ്ട്. இப்போ அது வந்து நல்ல முயற்சி தான் அது. ஏன்னா இன்னைக்கு இப்போ இருக்கிற 2K கிட்ஸ்ன்னு சொல்கிற எல்லாருமே வந்து மேக்கப் இல்லாதவங்க இல்லை. ஸோ அது எல்லாராலையும் அஃபோர்ட் பண்ணுற ப்ரைஸ்லேயும் சில ப்ராடக்ட்ஸ் கிடையாது. அப்போது கவர்மெண்ட்லேயே அதை வந்து கொண்டு வராங்கன்னு வரும்போது யூட்டிலைஸ் பண்ணிக்கிறதுல ஒரு நல்ல விஷயந்தான். அதனால் எந்த ஒரு பாதிப்பு யாருக்கும் கிடையாது. இப்போ இருக்கிற யங்ஸ்டர்ஸ் அதை நல்லா யூட்டிலைஸ் பண்ணிக்கிட்டா அவங்களுக்கு அவங்களோட விருப்பப்படி அவங்க அந்த என்ன சொல்லுவாங்க, இதெல்லாம் நம்மளால் யூஸ் பண்ண முடியலையே, நம்மக்கிட்ட காசு இல்லை வாங்குறதுக்கு, அது ஒரு ஃபீல் இருக்கும். எல்லா பொண்ணுங்களுக்கும் ഉണ്ട്. എല്ലാവരുടെ വീട്ടിലും എല്ലാ ജനറേഷനിലും இருக்குது. ശുചിത്വ സുന്ദര നഗരമെന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് കോർപ്പറേഷന്റെ പുതിയ പദ്ധതി. വൃത്തിയുള്ള അന്തരീക്ഷം ഉറപ്പാക്കാനും സുരക്ഷിതമായി വസ്ത്രം മാറാനുമെല്ലാം പുതിയ ശുചിമുറികളിൽ സംവിധാനമുണ്ടാകും. ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.